വളരെ പ്രധാനപ്പെട്ട ഒരു പണിമുടക്കിലേക്ക് രാജ്യം കടക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി മുതൽ കേരളം പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചിട്ടുള്ളത്. മാളുകൾ തുറക്കില്ല. ഇടത് യൂണിയനുകൾ പണിമുടക്കുന്ന സാഹചര്യത്തിൽ KSRTC സർവീസ് മുടങ്ങും. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നത്. നവമി, കേരളം അക്ഷരാർത്ഥത്തിൽ സ്തംഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചില മേഖലകൾ, അവശ്യ മേഖലകൾ മാത്രമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംശയമില്ല. എന്ത് പ്രതീക്ഷിക്കണം? അക്ഷരാർത്ഥത്തിൽ ഒരു ഹർത്താലായി ഈ പണിമുടക്ക് മാറില്ലേ? രജിത്ത്, അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. അക്ഷരാർത്ഥത്തിൽ കേരളം സ്തംഭിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെയായിരിക്കും നാളത്തെ പണിമുടക്കുണ്ടാകുക. ഇന്ന് രാത്രി 12 മണി മുതലാണ് ഈ പണിമുടക്ക് ആരംഭിക്കുന്നത്. നാളെ രാത്രി 12 മണി വരെ ആയിരിക്കും. ഇതിൽ എല്ലാ സംഘടനകളും, സംയുക്ത ട്രേഡ് യൂണിയനുകൾ, എല്ലാ ട്രേഡ് യൂണിയനുകളും സംയുക്തമായിട്ടുള്ള ഒരു പണിമുടക്ക് തന്നെയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ അവശ്യ സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സർവീസുകളും നാളെ സ്തംഭിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ അടച്ചിടണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇവർ നൽകിയിരിക്കുന്നത്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഈ പണിമുടക്ക്. ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ അടക്കമുള്ളവ സ്തംഭിക്കും. പാൽപത്രം, ആശുപത്രി മരുന്ന് ഷോപ്പുകൾ, ഫയർഫോഴ്സ്, ആംബുലൻസ് ഇവയുടെ സർവീസുകൾ ഉണ്ടായിരിക്കും. എന്നാൽ 24 മണിക്കൂർ നാളെ കേരളം നിശ്ചലമാകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയായിരിക്കും നാളത്തെ പണിമുടക്ക് ഉണ്ടാകുക. അതോടൊപ്പം സംയുക്ത കാർഷിക മോർച്ചയും സംയുക്ത കർഷക തൊഴിലാളി സംഘടനകളും CPM, CPI അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപക സംഘടനകൾ, ബാങ്ക്, ഇൻഷുറൻസ്, പ്രതിരോധം, റെയിൽവേ, തുറമുഖം, വ്യോമയാന രംഗങ്ങളിലെ ജീവനക്കാരും ഈ ഒരു പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് NGO സംഘമായിരിക്കും. ഇത് സംസ്ഥാന ജീവനക്കാരുമായി യാതൊരു പുരോബന്ധവുമില്ലാത്ത ഇത്തരത്തെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഈ പണിമുടക്കിന് തങ്ങൾ പിന്തുണ നൽകില്ല എന്നാണ് NGO സംഘ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. നവമി ദിനേശ് പറയുന്നതനുസരിച്ച് ശബരിമല തീർത്ഥാടനത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയ മേഖലകൾ പ്രത്യേകമായി കാണണം. പാല്, പത്രം സാധാരണ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ആശുപത്രി, മെഡിക്കൽ ഷോപ്പുകൾ അവയും സാധാരണ ഒഴിവാക്കുന്നതാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ആംബുലൻസുകൾ അവയ്ക്കും ജോലി ചെയ്യാം. ശബരിമല തീർത്ഥാടനം നടക്കുകയാണ്. നാളെ നട തുറക്കുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതനുസരിച്ച് ശബരിമല തീർത്ഥാടന മേഖലകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ശബരിമല നിൽക്കുന്ന പഞ്ചായത്തുകൾക്ക് ഹർത്താലിന് ഒഴിവാക്കിയതായി സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും അത് എല്ലാ ഹർത്താലുകളെയും പോലെ തന്നെ അത് സംഭവിക്കും. നാളെ സ്തംഭിക്കുന്നത് ഷോപ്പിംഗ് മാളുകളും സ്പെഷ്യൽ എക്കണോമിക് സോണും പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. വ്യവസായ, കാർഷിക, വാണിജ്യ മേഖലകളിൽ ഇത്തരത്തിലുള്ള സ്തംഭനമുണ്ടാകും. കടകമ്പോളങ്ങൾ പതിവ് പോലെ അടഞ്ഞുകിടക്കും. മോട്ടോർ വാഹനങ്ങൾ പതിവ് പോലെ നിരത്തിലിറങ്ങില്ല. സർക്കാർ ഓഫീസുകൾ ഉറപ്പായും പ്രവർത്തിക്കില്ല. അക്കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ പൂർണ്ണമായും ഒരു ഹർത്താലിൻ്റെ തരത്തിലാകും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് മനസ്സിലാക്കണം. ഒഴിവാക്കിയവയുടെ കൂട്ടത്തിൽ അവശ്യ സർവീസുകൾ മാത്രമാണ് ഉള്ളത്. മറ്റ് മേഖലകളെല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഒരു ഹർത്താലായി പണിമുടക്ക് മാറും. അതും 8-12 മണിക്കൂറല്ല, 24 മണിക്കൂർ. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ആരംഭിച്ചാൽ നാളെ വ്യാഴാഴ്ച രാത്രി 12 മണി വരെ നീളുന്ന 24 മണിക്കൂർ സമയം സംസ്ഥാനം പൂർണ്ണമായും സ്തംഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.